ഏറ്റവും ഇളയ മോനാണ്. സിബ്ലിങ്സിനൊക്കെ പ്രായക്കൂടുതലുണ്ട്. അതുകൊണ്ട് വീട്ടിൽ തനിക്ക് സിബ്ലിങ്സുമായിട്ടൊന്നും നല്ല സൗഹൃദമില്ലായിരുന്നു. അതുപോലെ തന്നെ തൻ്റെ സ്കൂളിലും തനിക്ക് ഒട്ടും ഫ്രണ്ട്സ് ഇല്ലായിരുന്നു. അതിൻ്റെ കാരണം പാർഷ്യലി തനിക്ക് കേൾവിശക്തിക്ക് പ്രശ്നമുണ്ടായിരുന്നു. ഡെഫ് ആയതുകൊണ്ട് നമുക്കറിയാം, സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ പ്രത്യേകിച്ച് ചെറിയ ചെറിയ ക്ലാസ്സുകളിൽ കൂട്ടുകാരൊക്കെ കളിയാക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ കൂട്ടുകാരൊക്കെ ഇങ്ങനെ പോക്ക് ചെയ്യുന്നതുകൊണ്ട് തനിക്ക് സ്കൂളിലും ഫ്രണ്ട്സ് ഇല്ല, പ്രായവ്യത്യാസം കൊണ്ട് വീട്ടിലും ഫ്രണ്ട്സ് ഇല്ല. ഒരു ലോൺലിനെസ് ചെറിയ പ്രായത്തിൽ നന്നായി അനുഭവിച്ച ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു തോമസ് ആൽവ എഡിസൺ. പക്ഷേ ഈ ലോൺലിനെസ് ഒന്നും തൻ്റെ ലൈഫിലെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് തടസ്സമായി മാറിയില്ല. തൻ്റെ ഈ ചെറിയ പ്രായത്തെക്കുറിച്ച് പിൽക്കാലത്ത് തോമസ് ആൽവ എഡിസൺ പറഞ്ഞത് ഇങ്ങനെയാണ്: 12 വയസ്സുള്ളപ്പോൾ പക്ഷികൾ പാടുന്ന ഒന്നും കേൾക്കാൻ പോലും എനിക്ക് കേൾവിശക്തി ഇല്ലായിരുന്നു. ഈ കേൾവിശക്തി കുറവുണ്ടായിരുന്ന ലോൺലിനെസ് ചൈൽഡ്ഹുഡിൽ നന്നായി ഫേസ് ചെയ്ത തോമസ് ആൽവ എഡിസനാണ് 1093 പേറ്റൻസുകൾ നേടി